നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ. സാധാരണ വീഡിയോ ഇന്ന് വ്യത്യസ്തമായിട്ട് കൃഷിയെ സംബന്ധിച്ചുള്ളതല്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുടിവെള്ളം ശുദ്ധമാണോ എന്ന് ഒരു ചെറിയ ഉപകരണം വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ചെറിയ വീഡിയോ ആണ്, എല്ലാവരും കാണും. ഓക്കെ, നമുക്ക് നേരിട്ട് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഇതിനാദ്യമായി വേണ്ടത്, നമുക്ക് ഈ TDS, നമ്മൾ വെള്ളത്തിൻ്റെ TDS ആണ് ചെക്ക് ചെയ്യുന്നത്. മറ്റ് മിനറൽസ് ഒന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ വലിയ ലാബ് സൗകര്യങ്ങളൊക്കെ വേണം, എങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് TDS ചെക്ക് ചെയ്യാം. TDS ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാധാരണ കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് കിട്ടും. അത് മാക്സിമം 500 വരെ നമുക്ക് ഉപയോഗിക്കാം. 500 വന്നു കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ കുടിവെള്ളം എപ്പോഴും ബിലോ 300 ആവണം. 300 താഴെ ആയിട്ട് വേണം TDS നിൽക്കേണ്ടത് എന്നാണ് പൊതുവേ അല്ല, അങ്ങനെ തന്നെയാണ് അതിൻ്റെ കണക്ക്. അപ്പം ഈ TDS മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് സർവ്വസാധാരണമായിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇപ്പം അത്രയധികം പൈസയൊന്നുമില്ല ഇതിന്. ഇപ്പം ഓൺലൈനിലൊക്കെ ഏകദേശം ഒരു 250 രൂപയോളം, 250 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. അത് പിന്നെ പല ഇതുണ്ട്, എങ്കിലും അത്യാവശ്യം വലിയൊരു കുഴപ്പമില്ലാത്ത ഒരു ഇതാണ് മേടിച്ചത്. ഇതിനിങ്ങനെ ഈ പ്രോബ് ഇങ്ങനെ ക്രോസ് ഇതായിട്ടിരിക്കും. അത് നമുക്ക് അടച്ചു വയ്ക്കാനുള്ളൊരു ക്യാപ്പുണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടുള്ളത് 3 ബട്ടണാണുള്ളത്. അത് ഒന്ന് ഓൺ ഓഫ് ആണ്, റീസെറ്റ് ഓൺ ഓഫ് ആണ്. പിന്നെ നടുക്കുള്ള ബട്ടണ് നമുക്ക് ടെമ്പറേച്ചർ അളക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ അളന്ന മെഷർമെൻറ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലാസ്റ്റ് മുകളിലുള്ളൊരു ബട്ടണ്. അത് കൂടാണ്ട് ഒരു ചെറിയ ഡിസ്പ്ലേയും കൂടിയാണ് ഉള്ളത്. ഇത്രയാണ് ഈ മീറ്ററിൽ ഉള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ TDS, വെള്ളത്തിൻ്റെ TDS അളക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് 2 കിണറ്റിലെ വെള്ളം. അത് ഒന്ന് എൻ്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളവും, പിന്നെ തൊട്ടടുത്തൊരു 30 മീറ്റർ മാറിയിട്ട് അനിയൻ്റെ വീടുണ്ട്. ഇപ്പോൾ 2 കിണറും കൂടി, അനിയൻ്റെ വീട്ടിലെ കിണറും കൂടി ആയിട്ടൊരു 30 മീറ്റർ വ്യത്യാസമേ കാണുള്ളൂ. ആ കിണറ്റിലെ വെള്ളം കൂടി എടുക്കുന്നുണ്ട്. കിണർ രണ്ടും, അതായത് അനിയൻ്റെ വീട്ടിലെ കിണറാണ്. 2 കിണറ്റിലെ കിണറും വളരെ ഭംഗിയായിട്ട് തന്നെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്ന കിണറാണ്. പിന്നെ കുടിക്കാനൊക്കെ വെള്ളം മുക്കി തന്നെ എടുക്കുന്നത്. ടാങ്കിൽ വഴി വരുന്ന പൈപ്പിലെ വെള്ളം നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതും കൂടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ഒരു ഇതാണ്, ഒരു ടാങ്കാണിത്. ചെടികളെ നനയ്ക്കാൻ വേണ്ടിയില്ല. ആദ്യം താറാവിനെ വളർത്തുമ്പോഴൊക്കെ വെച്ചിരുന്നതാണ്. ഇപ്പോൾ അത് പോയി കളഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ ചെടികൾ നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടാങ്കാണ്, ഗ്രൗണ്ട് ലെവലാണത്. പിന്നെ നമുക്ക് വേണ്ടത് പൈപ്പിലെ വെള്ളമാണ്. സാധാരണ കിണറ്റിലെ വെള്ളം തന്നെ നമ്മൾ ഓവർഫ്ലോ ടാങ്കിലേക്ക് അടിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അതും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതൊക്കെ കൂടാണ്ട് നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പോൾ യാത്രയിലും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ഈ കുപ്പി വെള്ളം, അതാണ് ഇത്. കുപ്പി വെള്ളം കൂടി നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് 5 ഗ്ലാസ് എടുക്കുന്നുണ്ട്. നമ്മൾ 5 സോഴ്സിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ 5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 5 ഗ്ലാസ്സിലും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1ാമത്തെ ഗ്ലാസ്സാണ്. ഇപ്പോൾ 1ാമത്തെ ഗ്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ ഒഴിക്കുന്നത് വീട്ടിലെ കിണറിലെ വെള്ളമാണ്. നമ്മൾ ഞാനൊക്കെ ഉപയോഗിക്കുന്ന വീട്ടിൽ കിണറിലെ വെള്ളമാണ് ഇതിലൊഴിക്കുന്നത്. അടുത്തത് നമുക്ക് ഈ 2ാമത്തെ ഗ്ലാസ്സിൽ അടുത്ത വീട്ടിലെ, അനിയൻ്റെ വീട്ടിലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 30 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഈ 2 കിണറും കൂടി. അതിലെ വെള്ളം കൂടി നമുക്കെടുക്കാം. ഇനി 3ാമത്തെ ഗ്ലാസ്സിൽ നമ്മൾ ഒഴിക്കുന്നത്, നിങ്ങൾക്കൊരു കുഴി കാണിച്ചൊന്നുമില്ല നമ്മൾ നനച്ചിരുന്നത്, ആ കുഴിയിലെ വെള്ളമാണ്. അത് കിണറ്റിൽ നിന്ന് തന്നെ അടിക്കുന്നത്, പമ്പ് ചെയ്യുന്നത്. ഇനി 4ാമത്തേതിൽ ഇവിടെ തന്നെ ഉള്ള പൈപ്പിലെ വെള്ളമാണ്, ടാങ്ക് വഴി വരുന്ന പൈപ്പിലെ വെള്ളം. പിന്നെ 5ാമതിൽ നമ്മൾ ഒഴിക്കുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കുടിവെള്ളം,
അതിപ്പോൾ നമ്മൾ ട്രാവലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുന്ന ഈ 10 രൂപ 20 രൂപ 15 രൂപ കൊടുത്ത് മേടിക്കുന്ന കുടിവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ഗ്ലാസ്സിലെ വെള്ളം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ആരംഭിക്കാം. പ്രോബ് ഊരിയ ശേഷം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ സ്വന്തം കിണറ്റിലെ വെള്ളം തന്നെയാണ് നോക്കുന്നത്. ഈ 1-ാം നമ്പർ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ച് നമ്മൾ മെഷീൻ റീസെറ്റ് ചെയ്തതിന് ശേഷം പ്രോബ് വെള്ളത്തിൽ ഇറക്കി വയ്ക്കുക. വെള്ളത്തിൽ കൂടുതലൊന്നും ഇറക്കണമെന്ന് ആവശ്യമില്ല. ആ ലൈന് കാണുന്ന കുറച്ച് മേലേക്കൊക്കെ ഇറക്കി വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 183 കിട്ടിയിട്ടുണ്ട്. 183 ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിസൾട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ പ്രോബ് ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ നമുക്ക് അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ ഉണ്ടായതുകൊണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ വെള്ളം, അത് അടുത്ത വീട്ടിലെ വെള്ളം തന്നെ, 30 മീറ്റർ വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞ ആ കിണറ്റിലെ വെള്ളം കൂടി നമുക്ക് ഒന്ന് നോക്കാം. അത് ഏകദേശം 220 കാണിക്കുന്നുണ്ട്. നമുക്കത് സൂം ചെയ്ത് നോക്കാം. 220 ഉണ്ട്. ഇനിയാണ് നമ്മൾ മോശമാണെന്ന് പറഞ്ഞ ആ കുഴിയിലെ വെള്ളം, ആ ടാങ്ക് ഗ്രൗണ്ട് ലെവലുള്ള ടാങ്കിലെ വെള്ളമാണ്. പക്ഷെ അത് കിണറ്റിൽ തന്നെ അടിക്കുന്നത് ആ ടാങ്കിലേക്ക് ഓപ്പണായിട്ട് കിടക്കുകയാണ്. അതിൽ കാക്കയും പട്ടിയൊക്കെ വരാറുണ്ടോ എങ്കിൽ കൂടി ആ വെള്ളത്തിന് വലിയ വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. TDS ഒക്കെ വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ കാണുന്നതിൽ 210 കാണിക്കുന്നത്. നമ്മൾ കിണറ്റിൽ വെള്ളത്തിൽ 183 ഉണ്ടായിരുന്നു, 110 കാണിച്ചോളൂ. നാലാമത്തെ നമ്മുടെ പൈപ്പിലെ വെള്ളം തന്നെയാണത്. സാധാരണ പൈപ്പിലെ വെള്ളം ടാങ്കിൽ ടാങ്കിൽ കടിച്ചു 187 കാണിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുടിവെള്ളമാണ്, ബോട്ടിലുള്ള വരുന്ന വെള്ളം. അത് നമ്മൾ നോക്കിയപ്പം അത് ഏറ്റവും കുറവാണ്. അത് 0.65 ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 താഴെ ഉള്ളൂ അതിൽ. അപ്പം ഈ TDS എത്ര കുറഞ്ഞു വരുന്നോ അത്രയും നമുക്ക് അത് ശുദ്ധജലം ഉറപ്പാക്കും. ഇനി നമുക്ക് മറ്റൊരു പരീക്ഷണം കൂടി നടത്തി നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഈ 5-ാമത്തെ നമ്പർ ഗ്ലാസ്, അതായത് നമ്മൾ കുപ്പിവെള്ളം പുറത്തുനിന്ന് മേടിക്കുന്ന കുപ്പിവെള്ളമാണ്, അതിൽ ഒരു 1/2 സ്പൂണ് ഉപ്പ് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യണം ഞാൻ. അപ്പോൾ എന്തുമാത്രം വ്യത്യാസം ഉണ്ടാകും TDSൽ എന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഇത് വളരെ ഹൈ ആയിപ്പോയി ഉപ്പ് അതിൽ ചേർന്നപ്പം. നമുക്ക് മാക്സിമമാണ് അത് കാണിക്കുന്നത് 999. ആ മീറ്ററിൻ്റെ ലാസ്റ്റാണെന്ന് തോന്നുന്നുണ്ടത്, അത്രയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മീറ്ററിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ നമുക്കിതിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ അതിൽ ഉപ്പ് ചേർന്നപ്പം നല്ല ബോട്ടിൽ വെള്ളമായിരുന്നു, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന വെള്ളമാണ്. അതിൽ തന്നെ നമ്മൾ ഉപ്പ് ചേർന്നപ്പം വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും തന്നെ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പ് വരുത്തുക. മീറ്ററൊന്നും എല്ലാവർക്കും മേടിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി അടുത്ത വീട്ടുകാർ ചേർന്നിട്ട് ഒരു മീറ്റർ മേടിച്ചാലും മതി. 250 രൂപയ്ക്ക് കാശ് വരുള്ളൂ അതിന്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.